പെട്ടെന്ന് എനിക്ക് വേദന. അപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഭാഗം ഒരു സൈഡ് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോഴേ ഒരു തടിപ്പ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടും പോകണില്ല കേട്ടോ, ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതായത് ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് എനിക്ക് വേദന. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഭാഗം ഒരു സൈഡ് ഇങ്ങനെ വീർത്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേദന എടുത്തപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോഴേ ഒരു തടിപ്പ്, അങ്ങനെ നല്ല വലിപ്പത്തിലൊരു തടിപ്പ്. അപ്പോൾ തന്നെ ഞാൻ വേഗം വന്ന് കണ്ണാടിയിൽ നോക്കി, കാരണം വേദന നന്നായിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഫുള്ള് വീർത്തിരിക്കുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ ഷായിട്ടിനോട് പറഞ്ഞു, ഷായിട്ടൻ നോക്കി എൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷായിട്ടിന് തൊട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് തടിപ്പ്, നമുക്ക് തൊടുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഫീൽ ചെയ്യും, അത്രയും തടിപ്പ്. അത് മാത്രമല്ല എനിക്ക് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഒന്നിങ്ങനെ അമർത്തി നോക്കുമല്ലോ, അപ്പോൾ തോറും വേദന കൂടണ പോലെയും തോന്നുക. അപ്പം തന്നെ ഞാൻ എന്തായാലും വെച്ചിരിക്കേണ്ട, രാവിലെ തന്നെ ഇരിക്കുന്ന ഡോക്ടറുണ്ട് നമ്മൾ സ്ഥിരം കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ഡോക്ടറുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം പനി പോലും വന്നൊരു ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിച്ചില്ല, അത്രയും അങ്ങനെ പനി പോലും അങ്ങനെ വരാറില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ ഡോക്ടറിൽ നിന്ന് പെട്ടെന്ന് കാണേണ്ട വരാറുമില്ല. അങ്ങനെ നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടറാണല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ചെന്നപ്പോൾ പറയുന്നു 6 മാസമായിട്ട് ആ ഡോക്ടർ രാവിലെ ഇരിക്കണില്ല, വൈകിട്ട് 6 മണി തൊട്ടേ ഇരിക്കണേന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ സമയത്ത് ഹോസ്പിറ്റലിലേക്കല്ല പോകാൻ നോക്കണത്, കാരണം ഇങ്ങനെ ഒരു അസുഖമാകുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ എനിക്ക് പേടിയുണ്ട്, ഇത് എന്തിട്ടുണ്ടാവുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർമാരെ കാണാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് പെങ്ങൾക്കൊന്ന് വിളിച്ചു നോക്കി, ഇങ്ങനെ വല്ല അറിവുണ്ടോ വല്ല ഡോക്ടർമാരെ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പുത്തൂര് ക്ലിനിക്കിലിരിക്കുന്ന ഡോക്ടറാണ്, പക്ഷേ രാവിലെ ആ ഡോക്ടർ വീട്ടിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുട്ടല്ലൂർ വരെ പോയാൽ മതി. അപ്പോൾ അങ്ങനെ തന്നെ അവിടേക്ക് പോയി ഡോക്ടർ കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് ആദ്യം ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി എന്ത് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നതെന്ന് ചോദിച്ചു. വല്ല ഉണക്കമീൻ പോലെയുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കൂണ കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറയുന്നു കൂണ് കഴിച്ചതിൻ്റെ അലർജിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടെ ആദ്യമായിട്ടല്ല കഴിക്കണേ. നമ്മൾ പറമ്പിലൊക്കെ ഇങ്ങനെ ഇടി വെട്ടുന്ന ടൈമിൽ കൂണ് തന്നെ മുളയ്ക്കും, അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ കൂണ് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മളങ്ങനെ പുറത്തുനിന്ന് ഒരു പച്ചക്കറികളൊന്നും അങ്ങനെ മേടിച്ച് നമ്മൾ കഴിക്കാറില്ല. നമ്മുടെ പറമ്പിൽ നിന്ന് എന്താണോ കിട്ടണേ അതാണ് കഴിക്കാറ്. വല്ലപ്പോഴും ഒരു ആഗ്രഹം തോന്നണത് തന്നെ എനിക്ക് കൂണ് കഴിക്കാനായിരുന്നു. അപ്പോൾ ഇതേപോലെ ഷായട്ടോട് ഞാൻ കൂണ് ഇങ്ങനെ കഴിക്കാൻ തോന്നണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷായട്ട് കൂണ് മേടിച്ചും കൊണ്ടുവന്നു. ഇന്നലെ രാത്രി തന്നെ ഞാനത് അപ്പം തന്നെ വെച്ച് കഴിക്കുകയും ചെയ്തു. അല്ലാതെ കുറേ നേരം പുറത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ കൂണ്. പക്ഷേ ഡോക്ടറും പറയണു കൂണിൻ്റെ അലർജി ആണെന്നാണ് പറയണത്. അപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാവരോടും പറയണമെന്ന്. കാരണം നമ്മൾ പല ഭക്ഷണങ്ങളും നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണെങ്കിലും കൂടിയിട്ട് അത് നമുക്കിങ്ങനെ പലപ്പോഴും അലർജി വരാമെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി കൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ കൂൺ അങ്ങനെ കഴിക്കുന്ന ആളല്ല, എന്നിട്ട് പോലും എനിക്ക് കൂണിൽ നിന്ന് അലർജി ആണെന്ന് ഡോക്ടർ പറഞ്ഞു നോക്കണത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമല്ലോ ഡോക്ടർമാരെ നമ്മൾ ദൈവത്തിൻ്റെ പോലെ കാണണമെന്ന്. അപ്പോൾ ഒരു ഉറപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ എനിക്കൊരു 5 ദിവസത്തേക്കുള്ള ഗുളിക തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോഷനാണ് തന്നിട്ടുള്ളത് കേട്ടോ, 5 ദിവസം ഉപയോഗിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്നോട് BP ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ BP ടെസ്റ്റ് ചെയ്തപ്പോൾ BP ഭയങ്കര കുറവാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉപ്പ് നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് BP കുറയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് റെസ്റ്റാണ് ഫുള്ള്. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടും പറമ്പിലേക്ക് ഒന്നും പോകണില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഈ ഒരു ഭാഗം നല്ല വെയിറ്റുള്ള പോലെ തോന്നുന്നുണ്ട്. തല കുമ്പിടുമ്പോഴും എന്തോ വെയിറ്റുള്ളൊരു സാധനം ഇങ്ങനെ വരുന്ന പോലെ തോന്നുക. പിന്നെ പല്ലിന് വേദനയൊന്നുമില്ല, പക്ഷേ ആ ഒരു സൈഡ് നല്ല വേദന. പിന്നെ ഈ സൈഡ് തലവേദന എടുക്കണ പോലെയുള്ള വേദന. ആ തലവേദനയും ഇല്ല നമുക്ക്, പക്ഷേ വേദനയുണ്ട്. അങ്ങനത്തെ ഒരു മൊത്തത്തിലൊരു വെയിറ്റ് തലയ്ക്ക് നിൽക്കണ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പറമ്പിലേക്കൊന്നും തീരെ ഇറങ്ങണില്ല, ഇവിടെയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എല്ലാ കമൻറ്റുകൾക്കും മറുപടി കൊടുക്കാറുണ്ട്. ഒരു കമൻറ്റ് നമ്മൾ പറയാം പഴയ വല്ല വീഡിയോകളിലും വല്ല കമൻറ്റ് വന്നിട്ട് അങ്ങനെ മറുപടി കൊടുക്കാതിരിക്കണമെങ്കിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട് അടുത്ത വീഡിയോ ഇടാറാകുമ്പോഴേക്കും ആ വീഡിയോയിലത്തെ എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നി എനിക്ക് വരുന്ന കമൻറ്റ് കുറച്ച് കാര്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകൾക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നോട്ട് തന്നെ മറുപടി പറയാമെന്ന് വെച്ചു കേട്ടോ. അതിൽ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് എന്താണെങ്കിൽ നമ്മൾ മുളകിനൊക്കെ കുരുടിപ്പ് വരുമല്ലോ, അപ്പോൾ അതിനെന്താണ് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ മുളകിൻ്റെ കുരുടിപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യണത് ഈ പശുമൂത്രം, കാന്താരിമുളക്, സോപ്പ്, വെളുത്തുള്ളി, വേപ്പെണ്ണ, ഇങ്ങനെയുള്ള ഈ 5 സാധനങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മൾ
ഈ കുരുടിപ്പിനും പിന്നെ അത്യാവശ്യം കീടങ്ങളൊക്കെ അകറ്റാനുള്ള മരുന്നുകൾ നമ്മൾ തയ്യാറാക്കാറുള്ളത്. നേരെ മറിച്ച് ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ തയ്യാറാക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാനൊരു വട്ടം തൃശ്ശൂർ അഗ്രോ ബസാർ കാട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കവച് എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു മരുന്ന് കിട്ടും. ഇത്ര പോകുന്നൊരു കുപ്പിയിലായിരിക്കും, ഒരു ഡാർക്ക്, അതായത് ബ്ലാക്ക് കളറല്ല, അന്നൊരു ലൈറ്റ് കളർ പോലെ ആയിട്ടിരിക്കും ബ്ലാക്കിൻ്റെ. അങ്ങനത്തെ ഒരു കവച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്ന് കിട്ടും, ജൈവമായിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ അത് തളിച്ചാലും നമുക്ക് കീടങ്ങൾ അകറ്റാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വേപ്പിൻ കുരു കിട്ടും അവിടെ മേടിക്കാനായിട്ട്. ഈ വേപ്പിൻ കുരുവൊക്കെ മിക്സിയിൽ നന്നായി അടിച്ചിട്ട് കുതിർത്തിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതൊക്കെ ഒരുവിധം നമ്മുടെ എല്ലാ കീടങ്ങൾക്കും ഇതിൻ്റെ മണം തന്നെ മണം കിട്ടിയാൽ തന്നെ അവർ വരില്ല. അങ്ങനെയൊക്കെ തളിച്ച് കഴിഞ്ഞാൽ കുറേ പച്ചക്കറികളുടേതായ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ മാറൂട്ടാ. അങ്ങനെ ഒരു കമൻ്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ വന്നിട്ടുള്ളൊരു കമൻ്റ് എന്താണെന്ന് അറിയുമോ, നമ്മുടെ കൺമണിക്കുട്ടി എവിടെയാണെന്ന് ചോദിച്ചിട്ട്, കൺമണിക്കുട്ടി ഇവിടെ ഉണ്ട്, അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതായത് കുറച്ച് നാൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെങ്ങൾക്ക് ഡെങ്കിപ്പനിയൊക്കെ ആയിട്ട് അവൾ അഡ്മിറ്റ് ആയപ്പോൾ ഹോസ്പിറ്റലിൽ ഒരാഴ്ച ഞാൻ അവളുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഡെങ്കിപ്പനിയൊക്കെ പരത്തുന്നത് കൊതുകളിൽ നിന്നാണല്ലോ. അപ്പോൾ ഞാൻ അതിന് ശേഷം വന്നിട്ട് കൺമണിക്കുട്ടീനെ കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവരികയൊന്നും ചെയ്തില്ല. കാരണം വല്ല ഇതിനും എനിക്കും വല്ല കൊതുകടി കയറ്റ്, നമുക്കറിയാം ഡെങ്കിപ്പനി പെട്ടെന്നല്ല കാണിക്കുക, കൊതുക് കടിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇതിൻ്റെ പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൺമണിക്കുട്ടീനെ കൂടുതൽ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുകയും അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. പിന്നെ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ശല്യം കൂടുതലാണല്ലോ. അപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് ഭയങ്കര കൊതുകുകളാണ്. പറമ്പിലേക്ക് അവളെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പാവം അതിൻ്റെ മേൽ മുഴുവൻ കൊതുപൊതിയണ പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കൺമണിക്കുട്ടീനെ ഇന്ന് വീഡിയോയിൽ കാണിക്കാത്ത. ഒക്കെ ഒന്ന് സെറ്റായിട്ട് നമ്മുടെ കൺമണിക്കുട്ടീനെ കാണിക്കാട്ടെ. അവൾ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ കൂടുതൽ ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങണില്ല. ക്ലാസ് കഴിയുക, നേരെ വീട്ടിൽ വരിക, അവളുടേതായ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത ആൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൺമണിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്ക് വന്ന കമൻറ്റ്, എനിക്കത് ശരിക്കും ഷായേട്ടന് ദേഷ്യം വരുമോ അതോ ഷായേട്ടൻ ഭയങ്കര പാവാണോ എന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരാത്തവരാരും ഇല്ലല്ലോ. ഷായേട്ടനും ദേഷ്യക്കും വരാറുണ്ട്. പിന്നെ പാവാണെന്ന് ചോദിച്ചാൽ ശരി, നിങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ഷായേട്ടൻ അങ്ങനെ വലിയ ശല്യമുള്ള ഒരാളൊന്നുമല്ല, സൈലൻ്റാണ്. അങ്ങനെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനൊരു സ്ഥലത്തേക്ക് പോവാട്ടാ, അല്ലെങ്കിൽ എന്നോടത്തേക്ക് പോവാട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോണേ, എന്തിനാ പോണേന്ന് പോലും ചോദിക്കില്ല, അത്ര സ്വാതന്ത്ര്യം ഉണ്ട് എനിക്ക്. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഷായേട്ടൻ ഇതിനും കൂടുതൽ ഞാൻ ഷായേട്ടനെ കുറിച്ച് പറയണ്ടല്ലോ. പിന്നെ അറിയാം ഷായേട്ടൻ പറമ്പിൽ എപ്പോഴും പണി കാണുമ്പോൾ അയ്യോ എന്തൊരു അധ്വാനമുള്ളൊരു മനുഷ്യനാ, സ്മിതയുടെ ഭാഗ്യമാണ് ഷാജൻ എന്നൊക്കെ പറയും. ശരിയാണ്, ഷായേട്ടനെ സംബന്ധിച്ച് ഷായേട്ടൻ്റെ ജീവിതം എന്ന് പറയണത് തന്നെ അവരിങ്ങനെ എന്താ പറയുക, ചെറുപ്പം മുതലേ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കളയ്ക്കുക, കൃഷി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വന്നിട്ടായാലും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഷായേട്ടൻ അന്ന് കുറച്ച് വാഴകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയണത് ആ വാഴക്കൊക്കെ നനച്ചോളോട്ടാന്ന്. അതാണ് എൻ്റെ ഫസ്റ്റത്തെ ഇവിടെ വന്നിട്ടുള്ള കൃഷിയുടെ പണി കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഞാൻ ഷായേട്ടൻ്റെ കൂടെ എന്ത് ചെയ്യാലും ഒപ്പമുണ്ട്. ഷായേട്ടൻ ചെയ്യണാകുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഷായേട്ടനോട് പറയും ഷായേട്ടൻ ഒന്ന് കുറച്ച് നേരം വെറുതെ ഇരിക്കുന്നു. പക്ഷേ ഷായേട്ടൻ അങ്ങനെ ഇരിക്കില്ല. ഞാൻ വല്ലതും ചെയ്യുമ്പോൾ ഷായേട്ടൻ പറയും അതൊക്കെ അവിടെ ഇട്ടോ ഞാൻ ചെയ്യാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേരെയും ഹെൽപ്പ് ചെയ്യണത് അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഷായേട്ടനറിയാം ഷായേട്ടൻ്റെ പണിയുണ്ട്, രാവിലെ 9 മണി തൊട്ട് രാത്രി 10 മണി 11 മണി ആയും പണിയെടുക്കാറുണ്ട്. ഷായേട്ടൻ്റെതായ വർക്കുകളുണ്ട് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് സ്വർണ്ണപ്പണിയാണല്ലോ. ഈ സ്വർണ്ണപ്പണിയുടെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെയാണ് ഷായേട്ടൻ പറമ്പിൽ വന്ന് ഇങ്ങനെ കളക്കിലും ഒക്കെ ചെയ്യണേ. രാവിലെ എണീറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ട് കേട്ടോ പറമ്പിൽ അതൊരു ടൈം ടേബിൾ പോലെയാണ്. രാവിലെ എണീറ്റ് ചായ കുടിച്ച് കഴിഞ്ഞാൽ നേരെ പറമ്പിൽ ഇറങ്ങാൻ കളയ്ക്കാന്നുള്ളത് ഷായേട്ടനെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഷായേട്ടൻ എപ്പോഴും പറമ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷായേട്ടൻ്റെ കൂടെ എനിക്ക് പറ്റാവുന്ന ഹെൽപ്പ് കൊടുത്ത് ഞാൻ ഷായേട്ടൻ്റെ കൂടെ ചെയ്യണമെന്നുള്ളൂട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പണിയിട്ടാ. അപ്പം എന്നോട് പറയും സ്മിത എന്തിനാ അങ്ങനെ അതേപോലെ പണിയെടുക്കണം, ആരെങ്കിലുമൊക്കെ നിർത്തിവിടുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ തുടങ്ങിയതിന് ശേഷം ഞാൻ പണ്ട് ചെയ്തിരുന്ന പണിയുടെ ഒരു അംശമാണ് എനിക്കിപ്പോൾ ചെയ്യാൻ സമയം കിട്ടണുള്ളൂ. പണ്ട് ഞാൻ അങ്ങനെയല്ല, വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷായേട്ടൻ രാവിലെ ഇറങ്ങണ പോലെ തന്നെ ഞാൻ ഇറങ്ങും. പിന്നെ എപ്പോഴാണോ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കയറിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വീഡിയോ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറ്റണുള്ളൂ ചെയ്യാൻ. എന്നുവെച്ചാൽ എന്തെങ്കിലും പണി ചെയ്യാൻ നോക്കുമ്പോൾ തോന്നും നാളെ വീഡിയോ ഇടണമല്ലോ, അല്ലെങ്കിൽ മറ്റൊന്ന് വീഡിയോ ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ എഡിറ്റ് ചെയ്യാണ്ടല്ലോ, അങ്ങനെയൊക്കെ ഓർത്ത് എഡിറ്റ് ചെയ്യാൻ കുറേ സമയം പോകുന്നൊക്കെ അറിയാം നമുക്ക്. പിന്നെ നമുക്കറിയാം ഒരു പാചകം ചെയ്യാൻ നോക്കുമ്പോൾ പാചകത്തിന് മുന്നിൽ
പറമ്പിൽ കുറേ പണികൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടാവും. അതിലേക്കുള്ള ഇപ്പം നമ്മൾ നാളികേരമൊക്കെ അടിച്ച് പാല് കൊണ്ടുവരുമ്പോൾ അതൊക്കെ ആദ്യം പിഴിഞ്ഞ് അതൊരു പാത്രത്തിലാക്കി അതൊരു ഇതിലാക്കി അങ്ങനെ അത്രയും ഇതായിട്ടാണ് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുക. ഇത് പാചകം ചെയ്ത് കഴിഞ്ഞാലോ ഇതിനേക്കാൾ ഇരട്ടി പാത്രങ്ങൾ നമുക്ക് മോറാനുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് പണ്ട് പറമ്പിൽ ചെയ്തിരുന്ന പണിയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യണേ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അവർക്കായിട്ട് പരിചയമാണ്. നമ്മൾ ചെല്ലുമ്പോഴേക്കും പുതിയൊരാളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും അതേ സ്മിതി ഷാജിനെ നിങ്ങൾ അറിയുമോ നോക്കിയേ, ഇവർ ഒരു നമ്മളെ പോലെ തന്നെ അത്യാവശ്യം പറമ്പിലൊക്കെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണവരായിട്ട് ഇവരെ കൈ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൈയും ഷായൻ്റെ കൈയൊക്കെ എടുത്ത് കാട്ടി കൊടുക്കുക അവർക്ക്. എൻ്റെ കയ്യിലേക്ക് ഈ ഭാഗത്തൊക്കെ ചെറിയ തയമ്പയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാം അത്ര സോഫ്റ്റ് ഒന്നുമില്ല, ഒരു മുലമൊരുപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയും അവർ. അപ്പോൾ ഞാൻ അവരോട് പറയും ഇപ്പം ഞാനൊന്നും ചെയ്യണില്ല എന്ന്. പക്ഷെ അവർ പറയും അതൊന്നല്ല, ഈ കൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പോലുള്ളവർ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓരോ ഇത് ഉണ്ടല്ലേ ചെയ്യുന്നവരെ കൈ ഇങ്ങനെ തന്നെയാണല്ലേ എന്നുള്ളൊരു തോന്നലേക്ക് എനിക്ക് അപ്പോഴാട്ടാ അങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെന്താ പിന്നെ നമ്മളോട് പറയാനുള്ളത് എന്താണെന്നറിയാം, എല്ലാവരും വീഡിയോ നമ്മൾ ചെയ്യണത് പറമ്പിലത്തെ കൃഷി കാര്യങ്ങളും കാണിച്ച് പിന്നെ പാചകമൊക്കെ ആയിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടം നമ്മുടെ കൃഷി വീഡിയോ കാണാനാണ്, പിന്നെ കുറേ പേർക്ക് ഇഷ്ടം നമ്മുടെ പാചക വീഡിയോ കാണാനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ പേര് പറയും ഇത് രണ്ടും ഞങ്ങൾക്ക് ഇഷ്ടമാണ് സ്മിത, പക്ഷേ പെട്ടെന്നൊരു ദിവസം സ്മിത വെച്ചൊരു പാചകം ഞങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടാവും. പിന്നീട് ഒരു ദിവസം ചിലപ്പോൾ നമുക്കത് വെക്കണം തോന്നുമ്പോൾ ഈ പാചക വീഡിയോ അന്വേഷിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റണില്ല. അപ്പോൾ അത് കാരണം സ്മിത പാചക വീഡിയോ തന്നെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ പലപ്പോഴും കമൻറ്റ് വരുമ്പോൾ എനിക്കും തോന്നി തുടങ്ങി അത് ശരി തന്നെയാണല്ലോ അവർ പറയണത് നല്ല തോന്നിയത് കൊണ്ട് ഞാൻ എന്തായാലും അധികം താമസിയാണ്ട് തന്നെ ഒന്നെങ്കിൽ അടുത്താഴ്ചയോ അല്ലെങ്കിൽ അതിന് പിന്നത്തെ ആഴ്ചയൊക്കെ ആയിട്ട് അങ്ങനെ പാചക വീഡിയോ തന്നെയായിട്ട് ഞാൻ ചെയ്യാട്ടോ. പിന്നെന്താ, എന്തായാലും എൻ്റെ ഈ ഒരു അസുഖം കാരണം എന്നിട്ട് പറയുക ഇത്രയും കാര്യങ്ങൾ എൻ്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് എല്ലാവരുമായിട്ടും പങ്കുവയ്ക്കാൻ പറ്റിയല്ലോ. അത് കാരണം എനിക്ക് എന്തോ ഈ അസുഖം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു ഇത്ര നേരം സംസാരിക്കുമ്പോൾ. കാരണം എനിക്ക് നല്ല വേദനയുണ്ട്, പക്ഷെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എവിടെയൊക്കെ അത് മറന്ന പോലെ തോന്നുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് ഗുളിക എന്ന് പറഞ്ഞ ഭക്ഷണത്തിന് മുന്നൊരു ഗുളിക ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എനിക്ക് ദോശയാട്ടാ, എനിക്ക് ഷായേട്ടനാണ് ദോശയൊക്കെ ഉണ്ടാക്കി തന്നത്, പാവം ജോലിയുടെ ഇടയിൽ അതും ചെയ്തു തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ലോഷൻ പുരട്ടാണ്ടല്ലോ, ലോഷൻ ഞാൻ പുരട്ടിയിട്ടില്ല, ഈ ലോഷൻ എടുത്ത് പുരട്ടട്ടെ കേട്ടാ. ഇത് ഞാൻ ഈ വീഡിയോ പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുരട്ടാന്ന് വെച്ചിട്ട് വെച്ചതാണ്, കാരണം ഇതിനൊരു പ്രത്യേക കളറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് പുരട്ടുമ്പോൾ പിന്നെ ആ പുരട്ടിയിരുന്നിട്ട് ഞാൻ വീഡിയോയുടെ മുന്നിൽ ഇങ്ങനെ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഒന്ന് പുരട്ടട്ടെ. നല്ല കട്ടിയുള്ളൊരു ലോഷനാട്ടാ. എനിക്കിങ്ങനെ ആക്കുമ്പോഴേ തന്നെ ഒരു വെയിറ്റാ, നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുള്ള പോലെ വരും. പിന്നെ ഇത് പിന്നെ കണ്ണാടിയൊന്നും വേണ്ട, കാരണം നമുക്കറിയാണ്ട് ആ സ്ഥലം ശരിക്കും വേദന ഉണ്ട് തന്നിട്ട്. ഈ നീരേ ഈ സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുക, കണ്ണിൻ്റെ ഇങ്ങനെയൊക്കെ ആയിട്ട് നീരിൻ്റെ വീർമതിയൊക്കെയാണ്. എന്താണാവോ, എന്തായാലും വേഗം തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി. കാരണം നമ്മൾ പറമ്പിലെ കൃഷിക്ക് നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ വലിച്ച് വൃത്തിയാക്കി അങ്ങനെ വെക്കാനായിട്ട് തുടങ്ങണമല്ലോ. ആ സമയത്ത് ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോഴേ ഒരു വിഷമമാണ്. കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ ഇവിടുന്ന് സെപ്റ്റംബർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിട്ട് നമ്മുടെ കാബേജ്, കോളിഫ്ലവർ ഇങ്ങനെയുള്ള തൈകളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് അവർക്കുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കണം. അപ്പോൾ ഏകൊക്കെ ഇത് മാറി അടുത്ത വീഡിയോയിൽ എനിക്ക് ഉഷാറായിട്ട് പറമ്പിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റും എന്നുള്ള നല്ല വിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ എന്താ, ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.